Hi friends, welcome to the spoken English class from English with SE. നാം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ 4th സെക്ഷനിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. നമ്മൾ ആദ്യം റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ നാം പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വീഡിയോയിൽ നാം ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. രണ്ടാമത് നാം എന്തിലൂടെയാണ് പോയത്? രണ്ടാമത് നാം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് സ്പീച്ച്, അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ എങ്ങനെയാണ് അതിനെ റിപ്പോർട്ടഡ് ആക്കുന്നതെന്ന് പഠിച്ചു. മൂന്നാമതായിട്ട് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. വളരെ സിമ്പിളായി, വളരെ നോർമലായ രീതിയിലാണ് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദ വീഡിയോസ്, സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഈ 4th സെക്ഷനിൽ നാം പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇംപെറേറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ഇംപെറേറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അത് എല്ലാ എക്സാമുകൾക്കും, പ്രത്യേകിച്ച് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. എല്ലാ PSC എക്സാം, LPUP എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ആദ്യമായി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്? എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്താണ്? ഇത് ഒരു ഓർഡർ ആവാം, ഒരു റിക്വസ്റ്റ് ആവാം, അത് കമാൻഡ് ആവാം, ഓക്കെ, അതുപോലെ അഡ്വൈസ് ആവാം, അതുപോലെ തന്നെ ഒരു സജഷൻ ആവാം, വാർണിംഗ്, ഒരു റിമൈൻഡ് ചെയ്യുക എന്നുള്ള, അതായത് നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വാണ്ട്, ചിലപ്പോൾ അത് സംതിങ് ചോദ്യങ്ങൾ പോലും ആവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്നതാണ്. അപ്പോൾ ഇംപെറേറ്റീവ് സെൻറ്റൻസ് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാകും. ഓർഡർ ആകാം അത്. ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് മേ ബി ഒരു റിക്വസ്റ്റ് ആവാം. ഇറ്റ്സ് മേ ബി എ കമൻറ്റ്, അഡ്വൈസ്, സജഷൻ, വാർണിംഗ്, റിമൈൻഡ്, വാണ്ട് ആൻഡ് ആസ്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ടൈപ്പ് സെൻറ്റൻസിനെയാണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഭാഗങ്ങളിൽ നാം പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ നമ്മൾ പറയുന്നതെങ്കിൽ, സ്റ്റേറ്റ്മെൻ്റ് ആണ് നാം റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർത്തു? സെഡ് ചേർത്തു, അല്ലേ? സെഡ് ഉപയോഗിച്ച് നമ്മൾ എഴുതി. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളവിടെ ആസ്റ്റ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് ചേർത്തു, അല്ലേ? അപ്പോൾ ഇത് സെഡ് എന്തിൻ്റെയാണ്? സ്റ്റേറ്റ്മെൻറ്റിൻ്റെയാണ്. ആസ്ഡ് ക്വസ്റ്റ്യൻ്റെയാണ്. ഇതുപോലെ ഇംപെറേറ്റീവ് സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ആൻ ഓർഡർ, ദെൻ വി ക്യാൻ റൈറ്റ് ഓർഡേർഡ്, ദെൻ ഹിയർ വി ക്യാൻ റൈറ്റ് റിക്വസ്റ്റഡ്, ഹിയർ കമാൻഡഡ്, ഹിയർ അഡ്വൈസ്ഡ്. ഇത് noun ആണ്, so we have to change this also. Advised. Suggestion, this may be changed as suggested. Warning, warned. Remind, reminded. Want, wanted. Ask, asked. In that way we have to use these different type of reporting verbs in the imperative sentence. ഈ ഇംപെറേറ്റീവ് സെൻറ്റൻസിൻ്റെ റിപ്പോർട്ടിംഗ് വെബ്സ് എല്ലാം പോസ് ചെയ്തുകൊണ്ട് നിങ്ങളത് ഓരോന്നായി എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിപ്പോർട്ടിംഗ് വെബ്സ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. The beggar asked. ഞാൻ വളരെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഇതാണ് beggar said. Give me some water. ഇവിടെ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഈ എക്സാമ്പിൾ എഴുതിയത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇമ്പരറ്റീവ് സെന്റൻസ് എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാനാണ് ഞാൻ എഴുതിയത്. അതായത് ഇമ്പരറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ആ വെർബ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമ്പരറ്റീവ് സെന്റൻസ് ആർ ഓൾവേസ് സ്റ്റാർട്ടിങ് വിത്ത് എ വെർബ്. അതായത് ഗോ അഹെഡ്. ഒന്ന് ശ്രദ്ധിക്കൂ. ഗിവ് മീ സം വാട്ടർ, ഇവിടെ ഞാൻ എഴുതി ഗിവ് മീ സം വാട്ടർ. ചിലപ്പോൾ പ്ലീസ് ഗിവ് മീ സം വാട്ടർ. ദെൻ ഗെറ്റ് ഔട്ട്, ഒരു ഓർഡറാണ് ഗെറ്റ് ഔട്ട്. ടേക്ക് മീ ടു ദ ഹോസ്പിറ്റൽ, അവിടെ പ്ലീസ് ആണ്, റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഈ വിധത്തിൽ വെർബുകളിലായിരിക്കും ഇമ്പരറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഈ ദ ബെഗർ സെഡ് ഗിവ് മീ സം വാട്ടർ എന്നതിനെ റിപ്പോർട്ടഡ് സ്പേസിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ എന്ത് ചേഞ്ചസ് വരണം എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണിത്, ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പോൾ ഈ ഇമ്പരറ്റീവ് സെന്റൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാം അവിടെ നോക്കണം എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് പറയുന്നത് ഓർഡർ ആണോ? ഒരിക്കലും അല്ല. കമാൻഡ് അല്ല. റിക്വസ്റ്റ്, യെസ് ഇറ്റ് ഈസ് എ റിക്വസ്റ്റ്. സോ വി ഹാവ് ടു ആഡ് a reporting verb instead of the set. Then what will be the reporting verb? The beggar requested. റിക്വസ്റ്റഡിന് ശേഷം നമുക്ക് ഗിവ് മീ സം വാട്ടർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം ഈ റിക്വസ്റ്റിനെയും ഈ വെർബിനെയും പരസ്പരം യോജിപ്പിക്കാനായി നമ്മളിവിടെ ടു എന്ന ഇൻഫിനിറ്റീവ് ചേർക്കും. ടു ഇൻഫിനിറ്റീവ് ആഡ് ചെയ്യും. അതായത് ടു ഇൻഫിനിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു വെർബിനും ചേഞ്ച് വരാൻ പാടില്ല. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? റിക്വസ്റ്റഡ് ടു ഗീവ് മീ, മീ എന്തായി മാറുന്നു ഓർത്ത് നോക്കൂ, ഗീവ് ഹിം some water. കണ്ടോ? അപ്പോൾ the beggar said give me some water. എന്തായി? the beggar requested to give him some water. അപ്പോൾ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ പറയട്ടെ. the beggar said please give me some water. നമ്മൾ ആ പറയുന്ന സെൻറ്റൻസ് അതുപോലെ ഇതെങ്ങനെയാവും പറയാമോ? ദ ബെഗർ, അതും റിക്വസ്റ്റ് തന്നെയല്ലേ, ഓർഡർ അല്ലല്ലോ. കാരണം ഇവിടെ എന്ത് കണ്ടു? പ്ലീസ് കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലീസ് എവിടെ കണ്ടാലും നിങ്ങൾക്ക് എഴുതാം, റിക്വസ്റ്റ് എഴുതാം. അപ്പോ ദ ബെഗർ റിക്വസ്റ്റഡ്, പിന്നെ അവിടെ പ്ലീസ് ആഡ് ചെയ്യാൻ പാടില്ല. to give him some water. Okay, that much the question is. Okay, then you should understand how we do it. That is, instead of the said we add a requested, then when the please will come we add the requested, then we add to infinitive with the verb, and the other changes are happening as same to change in the statements or questions. Okay, next example നോക്കോളൂ. The teacher said get out from the class. നമുക്കിത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതെന്താ, റിക്വസ്റ്റ് ആണോ? ഒരിക്കലും അല്ല. ഓർഡർ ആണോ? അതെ, ഇത് ഓർഡർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ശ്രദ്ധിക്കൂ. ദ ടീച്ചർ
ordered. പിന്നെന്താവും? ordered റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം എന്ത് കൊടുക്കണം? ordered to. ordered to get out from the class. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിക്വസ്റ്റഡ് വരുമ്പോൾ അവിടെ റിക്വസ്റ്റഡ് ടു എന്ന് കൊടുക്കാം. പിന്നെയോ ഓർഡേർഡ് ടു, കമാൻഡഡ് ടു മുതലായ റിപ്പോർട്ടിംഗ് വെർബ്സ് ആണ് നമ്മൾ ഇംപെറേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ സെന്റൻസിൽ പ്ലീസ് ഗിവ് മീ സം വാട്ടർ, അവിടെ റിക്വസ്റ്റഡ് ടു ഗിവ് ഹിം സം വാട്ടർ, അവിടെ നമ്മൾ എന്ത് മാറ്റി? പ്ലീസ് മാറ്റി. അതുപോലെ ഗ്രീറ്റിംഗ് വേർഡ്സ് ആയ എന്തൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റണം? അതായത് സെന്റൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. പ്ലീസ്, കൈൻഡ്ലി മുതലായ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെന്റൻസിൽ നിന്നും, അതായത് ഇംപെറേറ്റീവ് സെന്റൻസിൽ നിന്നും നാം അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇംപെറേറ്റീവ് സെന്റൻസ് എന്നത് വളരെ ചെറിയൊരു പോർഷനാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വെർബ്സും അവിടെ എന്താണ് ചേഞ്ച് എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാധാരണ എല്ലാ സെന്റൻസുകളും ചേഞ്ച് ചെയ്യുന്ന പോലാണ്, പക്ഷേ ഇവിടെ റിക്വസ്റ്റഡ് ടു ഏത് റിപ്പോർട്ടിംഗ് വെർബ് വന്നാലും ടു ഇൻഫിനിറ്റീവ് ആഡ് ചെയ്യുക. വെർബിന് നോ ചേഞ്ച് ആണ്, ബാക്കി എല്ലാം തന്നെ നാം അതുപോലെ തന്നെ എഴുതി പോവുക. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ടു പ്ലസ് വെർബാണ് എന്ത് ഇംപെറേറ്റീവ് സെന്റൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നാം ഇപ്പോൾ ഇതുവരെ എല്ലാ ടൈപ്പ് സെന്റൻസുകളും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് നാം പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഭാഗം കൂടിയുണ്ട്, അതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഓരോ ടൈപ്പ് സെന്റൻസും എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ ഇതുവരെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകളെല്ലാം തന്നെ കാണുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് അഭിപ്രായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് പോകാം. ഇവിടെ നാം യൂസ് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ നാം യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് എക്സ്ക്ലെയിംഡ് ആണ്. ഓക്കെ, എക്സ്ക്ലെയിംഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പല ഫ്രേസസ് യൂസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഇവിടെ പറയാം എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ, ഇല്ലെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് ഹാപ്പിനെസ്, ദെൻ വിത്ത് റിഗ്രറ്റ്, വിത്ത് ജോയ്. അങ്ങനെ പിന്നെന്താ റിപ്പോർട്ടിംഗ് വെർബ്സ് ഈ ടൈപ്പ് ഫ്രേസസ് കൂടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സ്ക്ലെയിംഡ് ആവാം, വിഷ്ഡ് ആവാം, അപ്ലോഡഡ് ആവാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ തന്നെ പറയുന്നത് അലാസ്, ഹുറാ എന്നൊക്കെ പറയില്ലേ? അതായത് ഇതിനെല്ലാം ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അപ്പം ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാം എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇപ്പോ ഞാൻ പറയാണ് ഷീ സെഡ്, എന്താണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. അപ്പൊ ഇത് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണെങ്കിലും അത് നമുക്ക് ചോദ്യമല്ലാന്ന് ആ ലാസ്റ്റുള്ള എക്സ്ക്ലമേറ്ററി മാർക്ക് കാണുമ്പോൾ, എക്സ്ക്ലമേഷൻ മാർക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? അവിടെ നിങ്ങൾ നോക്കൂ, ഷീ സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ
നമുക്ക് അർത്ഥം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മീനിങ്ങിൽ നമുക്ക് പറയാം അവള് പറഞ്ഞു എന്ത് ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ആദ്യം ഇതിനൊരു സെന്റൻസ് ആക്കുക. ഈ ഇപ്പം ഷീ സെഡ് എന്നുള്ളത് നോക്കി നമുക്ക് എക്സ്ക്ലമേറ്ററി മാർക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കാം. എങ്ങനെയാ പറയുന്നത്? ഇറ്റ് ഈസ് എ ഫ്ലവർ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ശരിയാവും? ഒരിക്കലുമില്ല. കാരണം വാട്ട് എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വെരി നൈസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതണത്? ഇറ്റ് ഈസ് എ വെരി, പാട്ടിന് വരെ നമ്മളിവിടെ വെരി ചേർത്തു. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് ആദ്യം നമ്മൾ അതിനെ ഒരു സെന്റൻസ് ആക്കി മാറ്റി. ഫ്ലവർ. ഓക്കെ. പിന്നെ ഷീ സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബിന് പകരം നമ്മളിവിടെ ആഡ് ചെയ്തു ഷീ എക്സ്ക്ലൈംഡ്. ഷീ എക്സ്ക്ലൈംഡ്. ഇറ്റ് വാസ് ഉണ്ടാക്കി വാസ്, ഇനിയുള്ള ഇതെല്ലാം ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ. അപ്പോൾ നാം എക്സ്ക്ലമേറ്ററി സെന്റൻസ് എഴുതുമ്പോൾ ആ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നുള്ളത് ഏതാണോ റിപ്പോർട്ടിംഗ് വെർബ് അത് മാറ്റി എക്സ്ക്ലൈംഡ് ആക്കുക. ഓക്കെ. ഷീ എക്സ്ക്ലൈംഡ്. എന്നിട്ട് ആ സെന്റൻസിനെ സാധാരണ പോലെ എഴുതിയതിനു ശേഷം അതിനെ ചേഞ്ച് ചെയ്ത് ആ ഒരു എന്താ പറയുക, ഇവിടെ ഇപ്പോൾ വാട്ടെന്നുള്ളതിന് വരെ നമ്മൾ വെരി പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്ന രീതിയിൽ ആ സെന്റൻസിനെ മാറ്റുക എന്നുള്ളതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ റിപ്പോർട്ടഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. ഇപ്പം ഷീ സെഡ്, ഷീ മാറ്റി നമുക്കിവിടെ ദേ കൊടുക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. They said, hooray, we have won. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഹുറ എന്നുള്ളത് കാണുമ്പം എന്താണെന്ന് മനസ്സിലാവും? അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് നമുക്കത് എങ്ങനെ എഴുതാം? ദേ എക്സ്ക്ലെയിംഡ്. അപ്പോൾ ഹുറാന്ന് കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം? ഹാപ്പിനെസ് ആണ് അല്ലേ? അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. ഓക്കെ. അപ്പം എന്താണ്? ദേ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് വി എന്തായി മാറി? അവിടെ വി ദേ ആയി. ദേ ഹാവ് എന്തായി? ഹാഡ് വൺ. ഓക്കെ. ഇതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? ഇമ്പറേറ്റീവ് സെന്റൻസും എക്സ്ക്ലമേറ്ററി സെന്റൻസും നാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസും ഇമ്പറേറ്റീവ് സെന്റൻസും പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസിൽ എന്തായിരുന്നു പറഞ്ഞത്? റിപ്പോർട്ടിംഗ് വെർബ്സിനെ പറ്റി പറഞ്ഞു. അതെന്തൊക്കെയാവാം? റിക്വസ്റ്റഡ് ആവാം, റിക്വസ്റ്റഡ് ടു എന്ന് തന്നെ പഠിക്കുക. ഓക്കെ. പിന്നെയോ കമാൻഡഡ് ടു, പിന്നെയോ ഓർഡേർഡ് ടു, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതിനുശേഷം ആ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്തതിന് ശേഷം എന്ത് എഴുതണം? നമ്മൾ എന്താണെന്നാ പറഞ്ഞത്? അതായത് ആ ടു ആഡ് ചെയ്ത് എഴുതിയതിന് ശേഷം ഏതാണോ അതിലെ വെർബ് ഒരു ചേഞ്ചും ഇല്ലാത്ത രീതിയിൽ എഴുതുക, ബാക്കി അതുപോലെ എഴുതുക. ഇത്രയാണ് ഏതിനകത്ത്? ഇമ്പറേറ്റീവ് സെന്റൻസിൽ വരുന്നത്. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണെങ്കിലോ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. മാത്രമല്ല അതിനകത്ത് അതിൻ്റെതായ സെന്റൻസ് പ്രിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് എന്ന് എഴുതാം, എക്സ്ക്ലെയിംഡ് വിത്ത് സാഡ്നെസ് എന്ന് എഴുതാം. അങ്ങനെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ആ സെന്റൻസിനെ ഒരു റെഗുലർ സെന്റൻസ് ഓർ എന്താക്കണം? ഒരു അസർട്ടീവ് സെന്റൻസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുക. സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതിയതിനു ശേഷം അതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കി മാറ്റുക.
അത് ഓക്കെ. അപ്പോൾ അത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇമ്പരറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ആ ഇതുവരെ പഠിച്ച ഓരോ ഭാഗത്തിൻ്റെയും വളരെ സിമ്പിളായ 2-3 എക്സർസൈസ് കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് മുമ്പുള്ള വീഡിയോകൾ കൂടി നിങ്ങൾ കാണുക. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോസ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻസ് ഫോംസിൽ നിന്നും മുതൽ തുടങ്ങി എല്ലാ രീതിയിലുള്ള ടെൻസ് ഫോംസിനെ എങ്ങനെ ചെയ്യും എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ പോവാണ്. ഇപ്പം നമുക്കറിയാം ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ് അല്ലേ, ഇതെന്താണ് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ, ഇനി ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ. ഇനി he said I was loving you. ഇതേതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി അഞ്ചാമത്തത് he said I have loved you. ഏതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇനി ആറാമത്തത് he said ഊഹിക്കാമല്ലോ ഏതാണെന്ന് I had loved you. ഇത്രയാണ് പ്രധാനമായിട്ട് റിപ്പോർട്ടർ സ്പീച്ചിൽ വരുന്ന ഫോംസ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി ഏഴാമത്തത് he said എന്താണ് ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ പറ I will love you. ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ എഴുതാം. he said I can love you. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാധാരണ ടെൻസ് ഫോമിൽ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് ചേഞ്ച് ചെയ്യാൻ വരുന്നത്. അപ്പം നിങ്ങൾക്കിത് ഒരൊറ്റ എക്സാമ്പിളിൽ നിന്നെല്ലാം മനസ്സിലാവാനാണ് ഞാൻ ഇതേ രീതിയിൽ എഴുതി പോകുന്നത്. അപ്പം he said I love you, do does form. he said I loved you, did form. he said I am loving you, am is are plus ing form. he said I was loving you, was or were plus ing form. he said I have loved you, has or have plus V3 form of the verb. he said I had loved you, had plus V3 form of the verb. he said I will love you, will or shall plus verb. he said I can love you. നമുക്ക് സാധാരണ ഫോമിൽ എഴുതാവുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇതെങ്ങനെ എഴുതി മാറ്റി എഴുതാം നമുക്ക്. he said that പറയാമോ, ഡൂഡേഴ്സ് ഫോം എന്താവും? I ചേഞ്ച് ചെയ്തു he loved her. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാവും നോക്കൂ. he said that he പറയാമോ, he had loved her. ഇത് നോക്കൂ. he said that he was loving her. He said that he had been loving her. അടുത്ത he said that have എന്താവുന്നു? he had loved her. അടുത്തത് had എന്താവുന്നു? he said that എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒന്നുമില്ല, കാരണം അവിടെ മെയിൻ വെർബ് ഉണ്ട്, ഓക്സിലറി വെർബ് മാത്രമല്ലാത്തതുകൊണ്ട് അത് ഹാഡ് അങ്ങനെ തന്നെ എഴുതുന്നു. he had loved her. ഇനി ഇതെങ്ങനെയാവും? he said that he would
love her. Okay, ഇതെങ്ങനെയാവും? He said that he could love him. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ സിമ്പിൾ പ്രസന്റ് എങ്ങനെ മാറി, സിമ്പിൾ പാസ്റ്റ് മാറിയത്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇത്രയും വളരെ വ്യക്തമായി പറഞ്ഞു. ഇനി നമുക്ക് ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നുകൂടെ പോകാം. ഓക്കെ, എക്സാമ്പിൾസ്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾസ് ഇപ്പോൾ പഠിച്ചു. എല്ലാ ടെൻസ് ഫോമിലുള്ള സെന്റൻസിനെ നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ടെൻസിലുള്ള സെന്റൻസിനെ എങ്ങനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റും എന്നത് നാം വളരെ വ്യക്തമായി പഠിച്ചു. ഇതിന്റെ വിശദമായ ഓഡിയോകൾ ഇതിന് തൊട്ടു മുന്നേ 3 വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോസ്. സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അത് നിങ്ങൾ മറക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കമൻസ് ആണ് ഏറ്റവും പ്രധാനം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റുകൾ വളരെ വിശദമായി തന്നെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നാം ക്വസ്റ്റ്യൻസിൻ്റെയും ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്റീവ് മുതലായവയുടെയും വളരെ വിശദമായ എക്സാമ്പിൾസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പറയുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുക. Thank you for watching. Signing off, Asina Ibrahim.